നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ്. നമ്മുടെ SCRT NCRT +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 5, 6, 7 ഞാൻ മോക്ക് ടെസ്റ്റ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചാപ്റ്റർ ഞാൻ 7 ചാപ്റ്റർ വരെ നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ ഇന്ന് ചാപ്റ്റർ 5, 6, 7 അപ്പൊ ഞാൻ ന്യൂ പാറ്റേൺ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചേക്കുക. ചാപ്റ്റർ 5, 6, 7 വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. PSC പരീക്ഷയുടെ എല്ലാ സിലബസിലും ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ അടങ്ങിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോണേ. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. പരീക്ഷയുടെ രൂപത്തിൽ തന്നെ എഴുതുക. മാർക്ക് താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ള ടൈം തരാം. അപ്പോൾ ചിന്തിച്ച് വേണം ഉത്തരത്തിലേക്ക് എത്താൻ. ആദ്യത്തെ ചോദ്യം ഒരു കോട്ടാണ്. ഇതാരാണ് പറഞ്ഞത്? നിയമനിർമ്മാണ സഭയുടെ സ്വഭാവം പരിഗണിക്കുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങളിൽ മാത്രമാണ് നിയന്ത്രണങ്ങൾ ഉള്ളത്. അതിനാൽ അതിന്റെ സത്തയിൽ നോക്കിയാൽ നിയമനിർമ്മാണ സഭയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ പരമാധികാരത്തിന് നിയന്ത്രണങ്ങളോ പരിമിതികളോ ഇല്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻസ് നോക്കാം. NV ഗാഡ്ഗിൽ, TT കൃഷ്ണമാചാരി, BR അംബേദ്കർ, ജസ്റ്റിസ് ഭഗവതി. ഉത്തരം എഴുതുക. ഉത്തരം ഓപ്ഷൻ A, NV ഗാഡ്ഗിലാണ് ഇപ്രകാരം പറഞ്ഞത്. ഇത് 5ാമത്തെ ചാപ്റ്റർ +1 പൊളിറ്റിക്കൽ സയൻസ് 5ാമത്തെ ചാപ്റ്റർ നിയമനിർമ്മാണ സഭ എന്ന അധ്യായത്തിലാണ് ഈ ഒരു കാര്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. NV ഗാഡ്ഗിലാണ് ഇപ്രകാരം പറഞ്ഞത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കാര്യങ്ങളിൽ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരം ഉള്ളവ തിരഞ്ഞെടുക്കുക. 4 ഉണ്ട്. ധനേതര ബില്ലുകൾ പാസാക്കൽ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതിയെ പുറത്താക്കൽ, ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻസ് നോക്കാം. ഉത്തരം എഴുതാം. ഉത്തരം എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ A, ധനേതര ബില്ലുകൾ പാസാക്കൽ. ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും അധികാരമുണ്ട്. എന്നാൽ ധനബില്ലുകൾ ലോക്സഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതിയെ പുറത്താക്കൽ, ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇത് ചാപ്റ്റർ 6. ഇത് അധ്യായം 6 നീതിന്യായ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സുപ്രീം കോടതിക്ക് കഴിയും. രാജ്യത്തെ ഏത് കോടതിയിൽ നിന്നുള്ള വ്യവഹാരങ്ങളും സുപ്രീം കോടതിയിലേക്ക് മാറ്റാം. വ്യവഹാരങ്ങൾ എന്ന് വെച്ചാൽ കേസാണ്. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബാധകമാണ്. സുപ്രീം കോടതിക്ക് ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് വ്യവഹാരങ്ങൾ മാറ്റാൻ സാധിക്കില്ല. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ D ആണ്. സുപ്രീം കോടതിക്ക് ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് വ്യവഹാരങ്ങൾ അഥവാ കേസ് മാറ്റാൻ പറ്റും. സാധിക്കില്ല എന്നാ കൊടുത്തേക്കുന്നത്. സാധിക്കും. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ പെടുന്നത് ഏത്? ഇന്ന് നമ്മൾ എടുത്ത ചാപ്റ്റർ 7 ഫെഡറലിസം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ പെടുന്നത് ഏത്? ഓപ്ഷൻ ദ്വിഭരണ സംവിധാനം, ഭരണഘടനാപരമായ അധികാരങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഭരണഘടനയുടെ പരമാധികാരം. ഉത്തരം ഓപ്ഷൻ C ആണ്. എല്ലാം ശരിയാണ്. ഫെഡറലിസത്തിന്റെ പൊതുവായ അടിസ്ഥാന ആശയങ്ങളും സങ്കല്പങ്ങളും എന്തൊക്കെയാ? ദ്വിഭരണ സംവിധാനം, ഭരണഘടനാപരമായ അധികാരങ്ങൾ, എഴുതപ്പെട്ട ഒരു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, 2 തരത്തിലുള്ള സ്വത്വങ്ങളും വിധേയത്വങ്ങളും. ഇതാണ് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ. അടുത്ത ചോദ്യം ഒരു കോട്ടാണ്.
എല്ലാ ഭരണഘടനയുടെയും ചായ്വ് കേന്ദ്രത്തിലേക്കാണ്. പോലീസ് രാഷ്ട്രങ്ങൾ ക്ഷേമരാഷ്ട്രമായി കൊണ്ടിരിക്കുന്ന ആധുനിക സാഹചര്യങ്ങളിൽ യൂണിറ്ററി ആയാലും ഫെഡറൽ ആയാലും രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ആത്യന്തിക ഉത്തരവാദിത്തം മുഴുവനും കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇപ്രകാരം പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, TT കൃഷ്ണമാചാരി, BK കൃഷ്ണമേനോൻ. ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. TT കൃഷ്ണമാചാരിയാണ് ഇപ്രകാരം പറഞ്ഞത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. തപാൽ, നാണയ വ്യവസ്ഥ, പ്രതിരോധം, പൊതുജന ആരോഗ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പൊതുജന ആരോഗ്യം കേന്ദ്ര ലിസ്റ്റിലല്ല, സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. കേന്ദ്ര ലിസ്റ്റിൽ തപാൽ, നാണയ വ്യവസ്ഥ, പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, ബാങ്കിംഗ്, യുദ്ധവും സമാധാനവും, റെയിൽ ഗതാഗതം, തപാല്, കമ്പിത്തപാൽ, വ്യോമയാനം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, അതുപോലെ നാണയ വ്യവസ്ഥയൊക്കെ കേന്ദ്ര ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. സംസ്ഥാന ലിസ്റ്റിലാണ് കൃഷി, പോലീസ്, ജയില്, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെന്റ്, ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസുകളൊക്കെ സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പ്രസ്താവനകൾ: ആദ്യത്തേത്, നിയമനിർമ്മാണ സഭയും നീതിന്യായ വിഭാഗവും തമ്മിലുള്ള ബന്ധത്തെ ക്രമീകരിക്കുന്നതിൽ 1973 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ്. രണ്ടാമത്തേത്, സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നു. മൂന്നാമത്തേത്, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം സുപ്രീം കോടതിയിൽ മാത്രം നിക്ഷിപ്തമാണ്. നാലാമത്തെ പ്രസ്താവന, ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ട്, പാർലമെന്റിന് പോലും ഈ അടിസ്ഥാന ഘടന ലംഘിക്കാനുള്ള അധികാരം ഇല്ല. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ്. സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല എന്നും ആയതിനാൽ യോജിച്ച രീതിയിൽ പരിമിതപ്പെടുത്താവുന്നതാണെന്നും ഈ ഒരു കേസ് വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് 1979 അത് നിലവിൽ വന്നത്. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നീക്കം ചെയ്തത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്? താഴെ പറയുന്നതിൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിലാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്? ഓപ്ഷൻ തനത് അധികാരം, ഉപദേശാധികാരം, അപ്പീൽ അധികാരം, റിട്ടുകൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്. തനത് അധികാരം, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ വഴിയാണ് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ, ഭരണഘടനാ മേധാവിത്വം. ബി, സ്വതന്ത്ര ജുഡീഷ്യറി, ഫെഡറൽ ജുഡീഷ്യറി. സി, ദ്വിപൗരത്വം. ഡി, അധികാര വിഭജനം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ്വിപൗരത്വം, ഏക പൗരത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ എന്തൊക്കെയാ? ദ്വിഭരണ സംവിധാനം, ദ്വിഭരണമാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ദ്വിഭരണമാണ് ഇന്ത്യയിലുള്ളത്. അധികാര വിഭജനമുണ്ട്. ഭരണഘടനാ മേധാവിത്വം, സ്വതന്ത്ര ഫെഡറൽ ജുഡീഷ്യറി. അടുത്ത ചോദ്യം, സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി ഭരണകൂടം എന്ന കേസ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, പൊതു താൽപര്യ ഹർജി. ബി, ഉപദേശ അധികാരം. സി, റിട്ട് അധികാരം. ഡി, തനത് അധികാരം. ഉത്തരം ഓപ്ഷൻ എ ആണ്. പൊതു താൽപര്യ ഹർജി. ആദ്യകാല പൊതു താൽപര്യ ഹർജിക്ക് ഉദാഹരണമാണ് സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി ഭരണകൂടം.
ഇത് 1980 തടവുകാർക്കെതിരെയുള്ള ശാരീരിക പീഡനങ്ങൾ വിവരിച്ചുകൊണ്ട് തീഹാർ ജയിലിലെ ഒരു തടവുകാരൻ കുത്തിക്കുറിച്ച ഒരു കടലാസ് കഷ്ണം സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന അന്നത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന VR കൃഷ്ണയ്യർക്ക് അയക്കുകയുണ്ടായി. അപ്പൊ ജഡ്ജി അതൊരു പരാതിയായി പരിഗണിച്ചു. അതുപോലെ കത്തുകൾ പരാതിയായി സ്വീകരിക്കുന്ന സമ്പ്രദായം പിന്നീട് കോടതി ഉപേക്ഷിച്ചു എങ്കിലും ഈ ഒരു കേസ് എന്ന് പറയുന്ന ആദ്യകാല പൊതു താല്പര്യ ഹർജികളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. ക്ലാസ്സിൽ പറഞ്ഞതാ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. വനങ്ങൾ കൺകറന്റ് ലിസ്റ്റ്, പോലീസ് സംസ്ഥാന ലിസ്റ്റ്, ജയില് സംസ്ഥാന ലിസ്റ്റ്, വിദേശകാര്യം കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വിദേശകാര്യം ഏത് ലിസ്റ്റാ? കുറച്ച് മുന്നേ പറഞ്ഞേ ഉള്ളൂ. വിദേശകാര്യം ആവുമ്പോൾ അത് സെൻട്രൽ, അതായത് യൂണിയൻ ലിസ്റ്റ് ആണ്. കേന്ദ്ര ലിസ്റ്റിലാണ് വിദേശകാര്യം ഉൾപ്പെടുന്നത്. വനങ്ങൾ കൺകറന്റ് ലിസ്റ്റ് ആണ്. പോലീസ് സംസ്ഥാന ലിസ്റ്റ് ആണ്. ജയിൽ സംസ്ഥാന ലിസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ ഓപ്ഷൻ, ആർട്ടിക്കിൾ 257(1) പ്രകാരം ഓരോ സംസ്ഥാനത്തിന്റെയും കാര്യനിർവഹണ അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യനിർവഹണ അധികാരങ്ങളെ ലംഘിക്കുന്ന രീതിയിലോ അതിനെക്കുറിച്ച് മുൻവിധിയോടെ സമീപിക്കുന്ന രീതിയിലോ ആകരുത്. അതാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു വാക്ക് വിട്ടുപോയി. ലംഘിക്കുന്ന രീതിയിലോ എന്ന് വേണേ. ലംഘിക്കുന്ന രീതിയിലോ അതിനെക്കുറിച്ച് മുൻവിധിയോടെ സമീപിക്കുന്ന രീതിയിലോ ആകരുത്. അടുത്ത ഓപ്ഷൻ, ആർട്ടിക്കിൾ 33 അനുസരിച്ച് കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥന് അയാൾ പട്ടാള നിയമം നിലവിലിരിക്കുന്ന സമയത്ത് എടുത്ത നടപടികളിൽ മേൽ പാർലമെന്റ് സംരക്ഷണം നൽകുന്നതായിരിക്കും. അടുത്ത ഓപ്ഷൻ, ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഉള്ളത്. അടുത്ത ഓപ്ഷൻ, ആർട്ടിക്കിൾ 356 അനുസരിച്ച് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തും പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താം. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഉള്ളത്. അതാണ് തെറ്റിപ്പോയത്. ഏക പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. 5 മുതൽ 11 വരെ. ആർട്ടിക്കിൾ 1 എന്താ പറയുന്നത്? ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതുപോലെ സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ് എന്നതാണ് അനുച്ഛേദം 1-ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക. ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ 5, 6, 7 എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ പോയി കണ്ടാൽ മതി. 5, 6, 7 പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്താലും പ്ലേലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. മിസ്സാക്കരുത്. എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.